ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളുടെ KCB വർക്കറിന്റെ കേസിൽ ഇപ്പം ക്വാളിഫിക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ വേക്കൻസീസ് ഒക്കെ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് എന്താ നോട്ടിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ITI ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഡൗട്ടാണ് സിലബസ് എന്തായിരിക്കും എന്നുള്ളത്. നമ്മുടെ വീഡിയോയുടെ താഴേക്ക് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ഒരു വീഡിയോ കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയത്തുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം 7ാം ക്ലാസ് ആയിരുന്നു യോഗ്യത, ഇപ്രാവശ്യം അത് ITI ആയിട്ട് മാറിയിട്ടുണ്ട്. ഇൻ കേസ് അവിടെ 7ാം ക്ലാസ് യോഗ്യത ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ വൈദ്യുതി ഉൽപാദനം, പ്രസരണം, സുരക്ഷ, സേഫ്റ്റി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താ, ITI ആയിട്ടുണ്ടല്ലോ, അതായത് ട്രേഡ് സർട്ടിഫിക്കറ്റ്, 2 ഇയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ കേരള PSCയുടെ ITI ലെവൽ സിലബസ് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ നിങ്ങൾക്കറിയാം PSCയുടെ എക്സാം, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം PSC ഇപ്പം പിന്നെ മെയ് മാസമാണ് എക്സാം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാർച്ച് മാസം ആകുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഒഫീഷ്യൽ സിലബസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഒഫീഷ്യൽ സിലബസ് അന്നേരം മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ മാർച്ചിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മതിയോ? മതിയാവില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ ഇനി എപ്പോ വേണമെങ്കിലും നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ എപ്പോ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതേപോലെ കേരള PSCയുടെ ഇപ്പോഴത്തെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ആണല്ലേ. അതേപോലെ നമുക്ക് അവിടെ KCB വർക്കറിന്റെ കേസ് നല്ല രീതിയിൽ അവിടെ പിന്നെ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ട്. അപ്പൊ ഈ ഒരു ഫാക്ടറൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിന്റെ സിലബസിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യേണ്ടത്, ഇപ്പം കേരള PSC 2020 കാലഘട്ടം തൊട്ട് തന്നെ 25-26 കാലഘട്ടം വരെ തന്നെ ഇഷ്ടംപോലെ ITI ലെവൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിന്റെ ഒക്കെ സിലബസ് സെയിം സിലബസ് ആണ്. ഇപ്പം ഇലക്ട്രീഷ്യൻ ആവട്ടെ, ലൈൻമാൻ ആവട്ടെ, എല്ലാത്തിനും സെയിം സിലബസ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സെയിം സിലബസ് തന്നെ നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പം 10 മൊഡ്യൂളായിട്ട് ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വെച്ചിട്ടാണ് നമ്മളുടെ സിലബസ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിലബസ് ഞാൻ വേണമെങ്കിൽ താഴെ ആഡ് ആക്കാം. നിങ്ങൾ എന്ത് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങളിത് വെക്കുക. നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് നിങ്ങൾ എപ്പോഴും വെക്കുക. കാരണം വെച്ചാൽ നിങ്ങളെ സിലബസ് ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ട് പഠിക്കണം എന്നാണ് എപ്പോഴും പറയുന്നുണ്ടാവുക. ഓക്കെ. സിലബസിലെ ഓരോ വേർഡും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സിലബസ് അല്ലെങ്കിൽ PWD അല്ലെങ്കിൽ ലൈൻമാന്റെ PWD ലൈൻമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്റെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ വാളിൽ പേസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ 2 സെറ്റ് പ്രിന്റ് ഔട്ട് എടുക്കുക. ഒന്ന് നിങ്ങൾ വാളിൽ പേസ്റ്റ് ചെയ്യുക, രണ്ടാമത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് പഠിച്ച് പോയേക്കുന്നതനുസരിച്ചിട്ട് നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഞാൻ ഇത്ര പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ്, അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ മോക്ക് എക്സാംസ് ഒക്കെ മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ. മാക്സിമം എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നോ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ അറിയാം ഒന്നാമത്തെ മൊഡ്യൂൾ അല്ലേ. അപ്പൊ ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. അതായത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, അതുപോലെ ഫ്ലെക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്ക്, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എന്താണെന്നും, പിന്നെ ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്. ഓക്കെ. കാണുമ്പോൾ ആകെ ഇത്ര ചെറിയൊരു പോർഷൻ ആണെന്ന് തോന്നും, പക്ഷെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അവിടെ പഠിക്കാം. നിമി ബേസ്ഡ് മെറ്റീരിയൽസ് നിങ്ങൾ എന്തായാലും നോക്കുക. ഓക്കെ. നിമി മെറ്റീരിയൽസ് നിങ്ങൾ നോക്കുക. അതിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിമിയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ആഡ് ആക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു നിമി മെറ്റീരിയൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഭയങ്കര അത് ബൂസ്റ്റ് ആവുന്നുണ്ടാവും. ഓക്കെ. രണ്ടാമത്തെ ഓംസ് ലോ, കിർച്ചോഫ് ലോ,
അതുപോലെ ഇഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, അതുപോലെ കെമിക്കൽ എഫക്ട് ഓഫ് ഫിൽട്ടർ കറന്റ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്, ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സെൽസ്, പിന്നെ ബക്ലിംഗ് ആൻഡ് സെഡിമെന്റേഷൻ. ഇപ്പൊ ഇത്രയാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, പിന്നെ പാരാഡയ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതായത് മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ, അതായത് ഓരോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടുന്ന് വരാറുണ്ട്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിസം എന്താണ്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് റൂളും, പിന്നെ കുറച്ച് ടേംസ് MMF, ഫ്ലക്സ് ഡെൻസിറ്റി, അതുപോലെ റിഫ്ലക്റ്റൻസ്, പിന്നെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും ലെൻസസ് ലോയും. ഓക്കെ, സോറി ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. പിന്നെ കപ്പാസിറ്റേഴ്സും അതിന്റെ ടൈപ്സും പിന്നെ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നും. പിന്നെ നാലാമത്തെ മൊഡ്യൂളാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ്, അതേപോലെ ടൈപ്സ് ഓഫ് വയറിംഗ്, അതായത് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ, പിന്നെ ഗ്രേഡിംഗ് ഓഫ് കേബിൾസും വയേഴ്സും, പിന്നെ കറന്റ് റേറ്റിംഗും, അതേപോലെ ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റാളേഷൻസ് ബൈ മെഗറും. പിന്നെ സോറി അത് എനിക്ക് അവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നു കേട്ടോ. ഓക്കെ, ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ് റിപ്പീറ്റ് ആയിട്ട് വന്നു. ഓക്കെ, പിന്നെയാണ് നമ്മൾ 5-6 മൊഡ്യൂൾ എന്ന് പറയുന്നത് മെഷീൻസ് ആണ്. അഞ്ചാമത്തെ മൊഡ്യൂൾ DC മെഷീൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. DC ജനറേറ്ററും അതിന്റെ ടൈപ്സും, പിന്നെ EMFിക്കേഷനെ പറ്റിയിട്ട്, പിന്നെ സീരീസ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിനെ പറ്റിയിട്ട്, പിന്നെ DC മോട്ടറും അതിന്റെ ടൈപ്സും, പിന്നെ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് 3 പോയിന്റ് സ്റ്റാർട്ടറും 4 പോയിന്റ് സ്റ്റാർട്ടറും, പിന്നെ സ്പീഡ് കൺട്രോളും. ഇത്രയാണ് നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂൾ വരുന്നത്. ഇനി ആറാമത്തെ മോട്ടോറിൽ ആറാമത്തേലും നമ്മൾ മെഷീൻസ് തന്നെയാണ് പറഞ്ഞത്. AC മോട്ടോർ, സിംഗിൾ ഫേസും 3 ഫേസും, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ്, DOL, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടർ, അല്ല ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ, പിന്നെ AC മോട്ടോർ പാനൽ വയറിങ്ങും, പിന്നെ ഫേസ് സീക്വൻസിനെ പറ്റിയിട്ടും. ഓക്കെ, പിന്നെ ഏഴാമത്തെ മൊഡ്യൂള് ഇൻസ്ട്രുമെന്റ്സും മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും ട്രാൻസ്ഫോമേഴ്സും ആണ് പറഞ്ഞിരിക്കുന്നത് ഏഴാമത്തെ മൊഡ്യൂള്. അതായത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ ടൈപ്സ്, ഇൻഡിക്കേഷൻ ടൈപ്പ്, ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ്, പിന്നെ കൺട്രോളിംഗ് ടോർക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോർക്സ്, കൺട്രോളിംഗ് ടോർക്കും ഡാമ്പിംഗ് ടോർക്കും, പിന്നെ നമ്മൾ ട്രാൻസ്ഫോമേഴ്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ, എമിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമർ, പിന്നെ പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ, പിന്നെ കൂളിംഗ് എന്താണെന്നും, പിന്നെ അതിന്റെ പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. ഓക്കെ, എട്ടാമത്തെ മൊഡ്യൂൾ ഇലുമിനേഷനും ബേസിക് ഇലക്ട്രോണിക്സും ആണ് പറയുന്നത്. ഇലുമിനേഷനും ലോസ് ഓഫ് ഇലുമിനേഷനും, പിന്നെ ടൈപ്സ് ഓഫ് ലാമ്പും, ഡൊമസ്റ്റിക് അപ്ലയൻസും, പിന്നെ സെമി കണ്ടക്ടർ, P ടൈപ്പ്, N ടൈപ്പ് കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മളുടെ ഡയോഡിന്റെ ക്ലാസിഫിക്കേഷൻ, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, പിന്നെ സോറി എക്സ്ട്രാ ആഡ് ആയിട്ട് വന്നതാണ് കൂളിംഗ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്നുള്ളത്. പിന്നെ ഒമ്പതാമത്തെ മൊഡ്യൂൾ നമ്മളെ പവർ ജനറേഷൻ മാത്രമേ ഉള്ളൂ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറേഷൻ, അതുകൂടാണ്ട് ജനറേഷൻ സോഴ്സ് ഓഫ് എനർജി, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ. പിന്നെ പത്താമത്തെ മൊഡ്യൂൾ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും ആണ് പറഞ്ഞേക്കുന്നത്. ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷൻ. കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇത് നമുക്ക് ഡെപ്തിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് അവിടെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിമി ബേസ്ഡ് മെറ്റീരിയൽസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇനി ഇത് എപ്പോഴാണ് ഡിലേ ആവും, നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, കാരണം വെച്ചാൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തല്ലോ. അപ്പൊ ഇനിയിപ്പം നമ്മുടെ കമ്മീഷൻ, അടുത്ത കമ്മീഷൻ യോഗ തീരുമാനത്തിൽ, ഓക്കെ, ഇനിയിപ്പം അടുത്ത തിങ്കളാഴ്ച കമ്മീഷൻ യോഗ തീരുമാനം വന്നല്ല, തീരുമാനം എല്ലാ തിങ്കളാഴ്ചകളും കമ്മീഷൻ യോഗം നടത്താറുണ്ട്. അപ്പൊ അതിൽ തീരുമാനം വരും. അതായത് KCB വർക്കർ തസ്തികയിൽ വിജ്ഞാപനം ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ അതിന്റെ പേര് മാറ്റുന്നുണ്ടാവും. ഓക്കെ, ഓൾറെഡി നമ്മളെ പേര് അങ്ങനെയുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.